ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ചൂരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ചൂരയൊക്കെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് അല്പം എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എന്നിവ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പ്രാവശ്യം ഞാൻ എല്ലാം അരിഞ്ഞാണ് ചേർത്തേക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചതച്ചും ചേർത്ത് കറി തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, കൈ എടുക്കാനേ പാടില്ല, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1/4 സ്പൂണോളം പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഇത്രയുമാണ് ഞാൻ പൊടികളായിട്ട് എടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ, കാണിക്കാൻ മറന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ആവശ്യാനുസരണം മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നീട് നമുക്ക് ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഒരു 2 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുടംപുളി ചേർത്താണ് മീൻകറി തയ്യാറാക്കുന്നത്. പിഴുപുളി അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ആദ്യം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. നമ്മൾ മീനിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അങ്ങനെ മൊത്തത്തിലൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇന്നത്തെ മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് മീൻകറി തയ്യാറാക്കാം. ഇതേ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേണ്ട, അതിന് മുന്നേ തന്നെ ഈ മീൻകറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നീട് മീൻ കറിയുടെ ചാറൊക്കെ ഇതുപോലെ ഒന്ന് പറ്റി വന്നപ്പോഴേക്കും ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല. അപ്പോൾ സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ടാറ്റ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ.